Dear students, welcome to English class. I would like to begin this class with a question. Do you like movies? All of your answers may be yes. All of us like to watch movies because movies have influenced our life in many ways. Have you ever heard of an Iranian filmmaker Majid Majidi? Yes, here we have to learn a script of a movie, My Sister's Shoes. ഒരു സിനിമക്ക് അടിസ്ഥാനപരമായി വേണ്ട അത്യാവശ്യമായി വേണ്ട ഒന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. മലയാളത്തിൽ നമ്മളതിനെ തിരക്കഥ എന്ന് പറയും. ഇറാനിയൻ ഫിലിം മേക്കറായിട്ടുള്ള മാജിദ് മജീദി സംവിധാനം ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. തിരക്കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് ഫിലിംസ് ഉണ്ട്. മാജിദ് മജീദി നിർമ്മിച്ചിട്ടുള്ള ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് മൂവീസിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ സ്ക്രിപ്റ്റ്, തിരക്കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. മൈ സിസ്റ്റേഴ്സ് ഷൂസ്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു മൂവി, സിനിമ എന്ന് പറയുന്നത് എ മൂവി ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീൻസ്. ഒരുപാട് സീനുകൾ, രംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണൊരു സിനിമ എന്ന് പറയുന്നത്. ഒരു സീൻ എന്ന് പറയുന്നത് ഒരുപാട് ഷോർട്സുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഒരു സീൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീഡിയോ സോങ്, ഒരു പാട്ട് സീൻ, ഒരു ഡാൻസ് ചെയ്യുന്ന നായകനും നായികയും ഡാൻസ് ചെയ്യുന്ന ഒരു സീനാണ്. അതൊരു സീനാണ്. ആ ഒരു സീന് പല ഷോട്ടുകളായിട്ട് എടുത്തായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ സോങ്ങിൽ അല്ലെങ്കിൽ ഒരു പാട്ട് സീനിൽ നമ്മൾ എന്ത് ചെയ്യാം, പല സ്ഥലങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. നായകനും നായികയും പല ഡ്രസ്സുകൾ ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പല ഷോട്ടുകളായി എടുത്തത് കൊണ്ടാണ്. ആക്ഷൻ കട്ട് എന്ന് അതാണ് ഒരു ഷോട്ടിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഷോട്ട്. ഓക്കെ, അപ്പോൾ പല ഷോട്ടുകൾ അടങ്ങിയതാണ് ഒരു സീന്, പല സീനുകൾ അടങ്ങിയതാണ് ഒരു സിനിമ. ഓക്കെ, ഏതായാലും നമ്മൾ ചാപ്റ്റർ സ്ക്രിപ്റ്റ് എടുക്കുന്നതോടുകൂടി നമുക്ക് ക്യാമറയുടെ ടെക്നിക്സുകളും അതുപോലെ തന്നെ ക്യാമറയുടെ ആംഗിളുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, ഈ സ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. മൈ സിസ്റ്റേഴ്സ് ഷൂസ്, എൻ്റെ സഹോദരിയുടെ ഷൂ എന്നാണ് അതിൻ്റെ മീനിങ്. ഇറാനിയൻ ഫിലിം മേക്കറായിട്ടുള്ള മാജിദ് മജീദിയാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളതും. ഓക്കെ, സീൻ 1, ഒന്നാമത്തെ സീനിലേക്ക് പോകാം. കോബ്ലേഴ്സ് ഷോപ്പ്. കോബ്ലർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി എന്നാണ് അതിൻ്റെ മീനിങ്. കോബ്ലറുടെ ഷോപ്പാണ് സീൻ 1-ൽ മൂവി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ലോസപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. ഒരു പെൺകുട്ടിയുടെ ഷൂ തുന്നുന്ന ഒരു കോബ്ലറുടെ ക്ലോസപ്പ്. നമുക്ക് ക്യാമറയുടെ ഒരു ആംഗിളാണത്. ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഒരു ക്യാമറ അടുത്തായിട്ട് കാണിക്കുന്നതിന് എന്ത് പറയാം, ക്ലോസപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയും. ഓൺലി ദ പിങ്ക് ഷൂ ആൻഡ് ദ കോബ്ലേഴ്സ് ഹാൻഡ്സ് ആർ ഇൻ ദ ഫ്രെയിം. അതായത് ഒരു പിങ്ക് നിറത്തിലുള്ള ഷൂ അതുപോലെ തന്നെ കോബ്ലറുടെ കൈകളും മാത്രമാണ് ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്. അതാണ് ക്ലോസപ്പ്, അടുത്ത് കാണിക്കുക. ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്. അവിടെ ക്യാമറ അങ്ങനെ സ്റ്റേ ചെയ്യുന്നില്ല. ക്യാമറ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ദ ക്യാമറ മൂവ്സ് ബാക്ക്, പിന്നിലോട്ട് പോകുന്നു. ടു ദ മിഡിൽ ഡിസ്റ്റൻസിലേക്കാണ് പോകുന്നത്. ടു ഷോ അലി, ഇതിലൊരു ക്യാരക്ടറാണ്, ഇതിലൊരു കഥാപാത്രമാണ് അലി എന്ന് പറയുന്നത്. അലിയെ കാണിക്കാൻ വേണ്ടിയിട്ട് മിഡിൽ ഡിസ്റ്റൻസിലേക്ക് ക്യാമറ പിന്നിലേക്ക് നീങ്ങുന്നു. സിറ്റിംഗ്, അലി ഇരിക്കുന്നു ഓൺ എ ലോ ചെയർ, ഒരു ഉയരം കുറഞ്ഞൊരു കസേരക്ക് മുകളിൽ. നെക്സ്റ്റ് ടു ദ കോബ്ലർ ചെരുപ്പ് കുത്തിയുടെ അടുത്തായിട്ട് ഇരിക്കുന്ന അലിയെയും ക്യാമറയിൽ കാണിക്കുന്നു. ആൻഡ് വാച്ചിങ് ഹിം വർക്ക്, മാത്രമല്ല അലി ആ ചെരുപ്പ് കുത്തി സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ദ കോബ്ലർ ഫിനിഷസ് സ്റ്റിച്ചിങ് ദ ഷൂ. കോബ്ലർ എന്ത് ചെയ്യുന്നു, ഷൂ തുന്നുന്നത് പൂർത്തീകരിക്കുന്നു. പിക്സ് അപ്പ് ദ അതർ വൺ ഓഫ് ദ പെയർ, ആ ഷൂവിൻ്റെ മറ്റൊരു ജോഡി കൂടി എടുക്കുന്നു. എന്നിട്ട് ഹാൻഡ്സം ബോത്ത് ടു അലി, എന്നിട്ട് ആ 2 ഷൂവും എന്ത് ചെയ്യുന്നു, അലിക്ക് കൈമാറുന്നു.
കോബ്ലർ പറയുന്നു ദാറ്റ് വിൽ ബി 30 ടോമൻസ്. ടോമൻസ് എന്ന് പറയുന്നത് ഇറാനിയൻ നാണയമാണ്, ഇറാനിയൻ കറൻസിയാണ്, രൂപയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചെരുപ്പ് കുത്തിക്ക് കൊടുക്കേണ്ട ക്യാഷാണ് കോബ്ലർ പറയുന്നത്. 30 ടോമൻസ് ആയിട്ടുണ്ട് എന്ന് പറയാണ്. അലി താങ്ക് യു അത് കൊടുത്തിട്ട് അലി എന്ത് ചെയ്യുന്നു, താങ്ക് യു ഗിവ്സ് മണി ടു ദ കോബ്ലർ. താങ്ക്സ് പറഞ്ഞുകൊണ്ട് കോബ്ലർക്ക് എന്ത് ചെയ്യുന്നു, പണം കൊടുക്കുന്നു. കോബ്ലർ പറഞ്ഞു ഹിയർ ഇസ് യുവർ ചേഞ്ച്, ഇതാ നിങ്ങളുടെ ചേഞ്ച്, അതായത് ബാക്കി ക്യാഷ് കൊടുക്കുകയാണ്. പിക്സ് അപ്പ് ദ കോയിൻസ് ഫ്രം ദ മണി ബോക്സ് ടു ഗിവ് ടു അലി. കോബ്ലർ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാഷിൻ്റെ ബോക്സിൽ നിന്നും, അതായത് വലിപ്പിൽ നിന്നും ബാക്കി കോയിൻസ് എടുത്തുകൊണ്ട് അലിക്ക് കൈമാറുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കട്ട് ടു ദ സ്ട്രീറ്റ് ഔട്ട് സൈഡ്. പിന്നെ ആ സീന് കട്ട് ചെയ്തിട്ട് പുറത്തു നിന്നുള്ള സ്ട്രീറ്റിലേക്കുള്ള പുറത്തേക്കുള്ള ക്യാമറ വ്യൂ ആണ് നമ്മൾ പിന്നെ കാണുന്നത്. സീൻ ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സീനാണ്, ഒരു വ്യൂ ആണ് പറയുന്നത്. ദ കോബ്ലർ ഷോപ്പ് വേർ അലി ആൻഡ് ദ കോബ്ലർ ആർ സിറ്റിംഗ് ക്യാൻ ബി സീൻ. അതായത് സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാമറ സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോബ്ലറുടെ ഷോപ്പാണ്. അവിടെ അലിയും കോബ്ലറും ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ടു ദ റൈറ്റ് ഓഫ് ദ കോബ്ലർ ഷോപ്പ്, കോബ്ലറുടെ ഷോപ്പിന് വലതുഭാഗത്തായിട്ട് ഈസ് എ ഡോർ, ഒരു വാതിലുണ്ട്. വിത്ത് എ കേർട്ടൻ ഹാങ്ങിങ് ഓൺ ഇറ്റ്, ആ വാതിലിൽ ഒരു കേർട്ടനോട് കൂടിയിട്ടുള്ള ഒരു കേർട്ടൻ തൂങ്ങിക്കിടക്കുന്നുണ്ട് ആ വാതിലിൻ്റെ മുകളിൽ. വിച്ച് അപ്പിയേഴ്സ് ടു ഓപ്പൺ, ആ വാതിൽ തുറക്കുന്നതായിട്ട് കാണുന്നത് എങ്ങോട്ടാണ്, എനിക്ക് റോ ഹൗസ്, ഒരു റോ ഹൗസിലേക്കാണ്, ലോഡ്ജ് പോലെയുള്ള നീണ്ടു കിടക്കുന്ന ഒരു ഹൗസിനെയാണ് റോ ഹൗസ് എന്ന് പറയുന്നത്. അലി ഈസ് ലീവിങ് ദ ഷോപ്പ്, പിന്നീട് അലി എന്ത് ചെയ്യുന്നു, അലി കോബ്ലറുടെ ഷോപ്പിൽ നിന്നും ആ ഷൂ വാങ്ങിയിട്ട് വിട്ടുപോരുന്നു. അലീസ് വോയിസ്, അലിയുടെ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. താങ്ക് യു, അലി ആരോട് താങ്ക്സ് പറയുന്നു, കോബ്ലറോട്. കോബ്ലർസ് വോയിസ്, യു ആർ വെൽക്കം, ഗുഡ് ബൈ. ഓക്കെ. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം വാക്സ് അപ്പ് ടു ദ കേർട്ടൻഡ് ഡോർ. അപ്പോൾ ഈ സമയം നമുക്ക് കാണാൻ കഴിയുന്നത്, അത് സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇപ്പോൾ ക്യാമറ നിൽക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. എ മാൻ വിത്ത് എ പാർസലുമായി പിടിച്ചൊരു മനുഷ്യൻ, പാർസൽ അണ്ടർ ഹിസ് ആം, തൻ്റെ കയ്യിൽ ഒരു പാർസൽ പിടിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, വാക്സ് ടു ദ കേർട്ടൻഡ് ഡോർ. നമ്മളാ പറഞ്ഞിട്ടുള്ള കേർട്ടൻ തൂക്കിയിട്ടുള്ള വാതിലുണ്ടല്ലോ കോബ്ലറുടെ ഷോപ്പിനടുത്തുള്ള, ആ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. ആൻഡ് ഗോസിന് എന്നിട്ട് ആ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആ വാതിൽ തുറന്നിട്ട് ആ വീട്ടിലേക്ക് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവേശിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ എന്തുണ്ട്, ഒരു പാർസലുണ്ട്. ആസ് അലി കംസ് ഔട്ട് ഓഫ് ദ കോബ്ലർ ഷോപ്പ്, ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആസ് അലി കംസ് ഔട്ട് ഓഫ് ദ കോബ്ലർ ഷോപ്പ്, കോബ്ലറുടെ ഷോപ്പിൽ നിന്നും അലി പുറത്തേക്ക് വരുന്നു. പുട്ടിങ് ദ ഷൂസ് ഇൻ ടു എ സ്മോൾ ബ്ലാക്ക് ബാഗ് ഇൻ ഹിസ് ഹാൻഡ്, അലിയുടെ കയ്യിൽ എന്തുണ്ട്, ആ ഷൂ ഉണ്ടല്ലോ, തൻ്റെ സഹോദരിയുടെ ഷൂ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലി അവിടെ പോയിട്ടുള്ളത്. അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഷൂസ് അലി ഒരു കറുത്ത സ്മോൾ ബ്ലാക്ക് ബാഗ്, തൻ്റെ കയ്യിലുള്ള ഒരു കറുത്ത ബാഗിൽ ഒരു കവറിൽ അത് ഇടുന്നു. എന്നിട്ട് വാക്സ് ഡൗൺ ദ സ്ട്രീറ്റ്, എന്നിട്ട് സ്ട്രീറ്റിലൂടെ നടക്കുന്നു. ആൻഡ് മൂവ്സ് ഔട്ട് ഓഫ് ദ ഫ്രെയിം ഓൺ ദ ലെഫ്റ്റ്, എന്നിട്ട് ഇടതുഭാഗത്തേക്ക് ഫ്രെയിമിൽ നിന്നും അലി പുറത്തു വന്നു. ക്യാമറയിൽ അലിയെ കാണാനില്ല. അലി എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറയിൽ നിന്നും അലി മറഞ്ഞു പോകുന്നു, ഇടതുഭാഗത്തേക്ക് അലി അപ്രത്യക്ഷമാകുന്നു എന്നാണ്, ക്യാമറയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. സീൻ 2 ബേക്കറി. ഇൻസൈഡ് ദ ബേക്കറി, ബേക്കറിക്കുള്ളിലായിട്ട് ഷോർട്സ് ഓഫ് ബ്രെഡ് ബീങ് ബേക്ക്ഡ്, ചപ്പാത്തി ചുട്ടെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ക്ലോസപ്പ് ഓഫ് എ ഹാൻഡ്, ഇനി ക്ലോസപ്പാണ് പറയുന്നത്. ക്ലോസപ്പ് ഓഫ് എ ഹാൻഡ് പുട്ടിങ് ഇൻ ടു ദ സ്റ്റൗ, അടുപ്പിലേക്ക് നീളുന്ന ഒരു കയ്യിൻ്റെ ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല നീഡഡ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കുഴച്ച മാവ്. ഓക്കെ, ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രൊനൗൺസിയേഷൻ ഫ്ലോർ എന്നല്ല, ഫ്ലേവർ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയൊക്കെ ക്ലോസപ്പാണ് കാണാൻ കഴിയുന്നത്, ക്ലോസപ്പ് ഓഫ് എ ഹാൻഡ് പുട്ടിങ് ഇൻ ടു ദ സ്റ്റൗ, അടുപ്പിലേക്ക് നീളുന്ന ഒരു കയ്യിൻ്റെ ക്ലോസപ്പ് കാണാം. പിന്നെ നീഡഡ് ഫ്ലേവർ, കുഴച്ച മാവ് സ്പ്രെഡ് പരത്തുന്നുണ്ട് ഓൺ എ ബേക്കിംഗ് ബോർഡ്, ഒരു ബേക്കിംഗ് ബോർഡിൽ വെച്ച്, ഒരു പലകയിൽ വെച്ചിട്ട് കുഴച്ച മാവ് ചപ്പാത്തിയായിട്ട് പരത്തുന്നതിൻ്റെ ക്ലോസപ്പ് കാണാം. ആൻഡ് ടേക്കിംഗ് ഔട്ട് ദ ബേക്കഡ് നാൻ, അടുപ്പിൽ നിന്ന് ചുട്ടെടുക്കുന്ന നാൻ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി എന്നാണ് കേട്ടോ, റൊട്ടി ചപ്പാത്തി. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ടേക്കിംഗ് ഔട്ട് ദ ബേക്കഡ് നാൻ, ചുട്ടെടുത്ത നാൻ ചപ്പാത്തി അടുപ്പിൽ നിന്നും എടുക്കുന്നതിൻ്റെ ക്ലോസപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. ദ ക്യാമറ പാൻസ് സ്ലൈറ്റ്ലി, ക്യാമറ ചെറുതായിട്ട് ചരിക്കുന്നു, മൂവ് ചെയ്യുന്നു. എങ്ങോട്ട്, ടു ദ റൈറ്റ്, വലതുഭാഗത്തേക്ക്. എന്തിന്, ടു ഷോ അലിയെ കാണിക്കാൻ വേണ്ടി.
പിക്കിംഗ് അപ്പ്, അലി എന്താ ചെയ്യുന്നത്, പിക്കിംഗ് അപ്പ് ദ നാൻ, ചപ്പാത്തി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രോപ്പ്ഡ് ബൈ ദ കുക്ക്, പാചകക്കാരൻ ഡ്രോപ്പ് ചെയ്യുന്ന, അടുപ്പിൽ നിന്നും എടുത്തു വെക്കുന്ന ചപ്പാത്തി എന്ത് ചെയ്യുന്നുണ്ട്, അലി എടുക്കുന്നുണ്ട്. ആൻഡ് സ്റ്റാക്കിംഗ് ദം, എന്നിട്ട് അത് അട്ടിയായി വെക്കുന്നു. ഓൺ എ ക്ലോത്ത്, ഒരു വസ്ത്രത്തിൽ. സ്പ്രെഡ് ഓൺ എ വുഡൻ പ്ലാങ്ക്, ഒരു മരപ്പലകയിൽ നിവർത്തി വെച്ചിട്ടുള്ള ഒരു വസ്ത്രത്തിൽ, ഒരു മരപ്പലകയിൽ നിവർത്തി വെച്ചിട്ടുള്ള ഒരു വസ്ത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അലി ഈ ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. The camera moves back to show Ali and 3 cooks sitting around the stove. അപ്പോൾ ദ ക്യാമറ മൂവ്സ് ബാക്ക്, ക്യാമറ പിന്നിലോട്ട് നീങ്ങുന്നു. ടു ഷോ അലി, അലിയെ കാണിക്കാൻ വേണ്ടി. ആൻഡ് 3 കുക്സ്, 3 പാചകക്കാരെയും കാണിക്കുന്നു. സിറ്റിംഗ്, അവർ ഇരിക്കുന്നു. അറൗണ്ട് ദ സ്റ്റവ്, അടുപ്പിന് ചുറ്റും. നീഡിങ്, അവർ മാവ് കുഴക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുട്ടിങ് ഇറ്റ് ഇൻസൈഡ് ദ സ്റ്റവ്, എന്നിട്ട് ആ അടുപ്പിലേക്ക് പരത്തി വെച്ച ചപ്പാത്തി അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇങ്ങനെ ക്യാമറ അവരെ കാണിക്കുന്നു. അലി ഫിനിഷസ് സ്റ്റാക്കിംഗ്, അലി എന്ത് ചെയ്യുന്നു, ചപ്പാത്തി അടുക്കി വെച്ച ചപ്പാത്തി, ഒരു വസ്ത്രത്തിൽ അടുക്കി വെച്ചിട്ടല്ലോ ചപ്പാത്തി, അതെന്ത് ചെയ്യുന്നു, പൂർത്തിയാക്കുന്നു. ദ നാൻ, അലി ഫിനിഷസ് സ്റ്റാക്കിംഗ് ദ നാൻ, അലി ചപ്പാത്തി അടുക്കി വെക്കുന്നത് പൂർത്തീകരിക്കുന്നു. എന്നിട്ട് ആൻഡ് ടൈസ് അപ്പ് ദ ക്ലോത്ത്, എന്നിട്ട് ആ വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ചപ്പാത്തി പൊതിയുന്നു. ഇൻ ടു എ ബണ്ടിൽ, എന്നിട്ടൊരു ബണ്ടിലാക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു, ആ ചപ്പാത്തി കെട്ടിവെക്കുന്നു. സീൻ 3, ദ ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി, ബേക്കറിക്ക് പുറത്തുള്ള നടപ്പാതയാണ് സീൻ 3യിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ, ചപ്പാത്തി വാങ്ങാൻ വേണ്ടി വന്ന ഒരു കൂട്ടം ആളുകളുടെ ക്യൂ, വരി നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്, പുറത്ത്, ബേക്കറിക്ക് പുറത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ബേക്കറിക്ക് പുറത്തായിട്ട് ഒരു കൂട്ടം ആളുകൾ ചപ്പാത്തി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ വരിയായി നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ദ ഔട്ട്ലൈൻ ഓഫ് ബിൽഡിങ്സ് ഇൻ ദ സ്ട്രീറ്റ്, തെരുവിലുള്ള കെട്ടിടങ്ങളുടെ രൂപങ്ങൾ ഈ സീൻ കാണപ്പെടുന്നുണ്ട്. ഇത് ഡിസ്റ്റൻസ്, അകലെയായി, ദൂരെയായി കാണുന്നുണ്ട്. അലി ഈ സീൻ, അലിയെ കാണപ്പെടുന്നു. കമ്മിങ് ഔട്ട് ഫ്രം ദ ബേക്കറി, ബേക്കറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട്. ഇൻ ടു ദ ഫുഡ് പാത്ത്, അപ്പോൾ നടപ്പാതയിലേക്ക് ബേക്കറിയുടെ ഉള്ളിൽ നിന്നും നടന്നു വരുന്ന അലിയെ കാണാൻ കഴിയുന്നുണ്ട്. ദ പാർസൽ ഓഫ് നാൻ, ചപ്പാത്തിയുടെ കെട്ട്, പാർസൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്, ആൻഡ് അവൻ്റെ വലത്തെ കയ്യിലുണ്ട്. ആൻഡ് ദ പാർസൽ ഓഫ് ഷൂസ്, അവൻ ചെരുപ്പ് കുത്തിയുടെ അടുത്തുനിന്ന് റിപ്പയർ ചെയ്തിട്ടുള്ള ആ ഷൂസിൻ്റെ പാർസൽ എവിടെ ഉണ്ട്, ഇൻ ഹിസ് ലെഫ്റ്റ്, അവൻ്റെ ഇടത്തെ കയ്യിലുമുണ്ട്. ഹീ ക്രോസസ് ദ പാവ്മെൻറ്റ്, പാവ്മെൻറ്റ് പറഞ്ഞാൽ ഫുട് പാത്ത്, നടപ്പാത. ഹീ ക്രോസസ് ദ പാവ്മെൻറ്റ്, അവൻ നടപ്പാത മുറിച്ചു കടക്കുന്നു. ആൻഡ് വോക്സ് ഇൻ ടു എ വെജിറ്റബിൾ സ്റ്റോർ, എന്നിട്ട് അവനൊരു പച്ചക്കറി കടയിലേക്ക് അവൻ നടന്നു പോകുന്നു. ഹീ പ്ലേസസ് ദ ബണ്ടിൽ ഓഫ് നാൻ, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ചപ്പാത്തിയുടെ കെട്ട് അവൻ വെക്കുന്നു. ഓൺ ദ ടോപ്പ് ഓഫ് എ പൈൽ ഓഫ് ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്, പച്ചക്കറികളുടെ ബോക്സുകൾ കൂട്ടമായി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ചപ്പാത്തിയുടെ ബണ്ടിൽ അവൻ വെക്കുന്നുണ്ട്. പൈൽ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. പൈൽ ഓഫ് ബോക്സസ് എന്ന് പറഞ്ഞാൽ പെട്ടികളുടെ കൂട്ടം. ഓഫ് വെജിറ്റബിൾസ് എന്ന പച്ചക്കറി പെട്ടികളുടെ കൂട്ടത്തിന് മുകളിൽ അവൻ ചപ്പാത്തിയുടെ കെട്ടുവെക്കുന്നുണ്ട്. സ്റ്റാക്ക്ഡ്, ആ പച്ചക്കറി പെട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാക്ക്ഡ്, അടുക്കി വെച്ചിട്ടുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്, ആ കടയുടെ മുമ്പിലായിട്ട്. ആൻഡ് ദ ബാഗ് ഓഫ് ഷൂസ്, ഷൂസിൻ്റെ ബാഗ് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കവർ അവൻ എവിടെ വെക്കുന്നു, ഇൻ ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബോക്സസ്, 2 പച്ചക്കറി പെട്ടികളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഷൂസ്, അവൻ്റെ സഹോദരിയുടെ റിപ്പയർ ചെയ്തിട്ടുള്ള, തുന്നിയിട്ടുള്ള ഷൂ എന്ത് ചെയ്യുന്നു, 2 പച്ചക്കറി ബോക്സുകളുടെ ഇടയിലും അവൻ വെക്കുന്നു. ഓൺ ദ സൗണ്ട് ട്രാക്ക്, സൗണ്ട് ട്രാക്കിലായിട്ട്, ഓഡിയോയിലായിട്ട് നമുക്ക് എ ഹോക്കേഴ്സ് വോയിസ്, ഒരു ഹോക്കറുടെ ശബ്ദം ഈസ് ഹേർഡ്, കേൾക്കാൻ കഴിയുന്നത്. ഹോക്കർ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന ആളെയാണ് നമ്മളെന്ത് പറയുക, ഹോക്കർ എന്ന് പറയട്ടോ. സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളെയാണ് ഹോക്കർ എന്ന് പറയുക. എന്താണ് സാൾട്ട് ഫോർ ട്രേഡ്, സാൾട്ട് ഫോർ ട്രേഡ്, അതായത് ഉപ്പ് കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ്റെ വിളിച്ചു പറയുന്ന, അല്ലേ, ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, മീനൊക്കെ വിളിച്ചു പറയുന്നത്, ഫിഷൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ, എന്നതുപോലെ സാൾട്ട് ഫോർ ട്രേഡ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കച്ചവടക്കാരൻ്റെ ശബ്ദം ഓഡിയോ ട്രാക്കിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ദ ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ, ക്യാമറയിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഷോപ്പ് കീപ്പറെയാണ്. ഏത് ഷോപ്പ് കീപ്പർ, വെജിറ്റബിൾ ഷോപ്പ് കീപ്പർ ഈ സീൻ കാണപ്പെടുന്നുണ്ട്. സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടറിന് പിന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു.
Ali to the shopkeeper, Assalamu alaikum Akbar akka. Akbar akka, akka means sir or mister. ഓക്കെ, ഐ നീഡ് സം പൊട്ടറ്റോസ്, എനിക്ക് കുറച്ച് കിഴങ്ങുകൾ വേണമെന്ന് ആരോട് പറഞ്ഞു? അലി ഷോപ്പ് കീപ്പറോട് പറഞ്ഞു. അക്ബർ, ഷോപ്പ് കീപ്പർ ആരാണ്? അക്ബർ ആണ്. അക്ബർ ദ ഷോപ്പ് കീപ്പർ ഗിവ്സ് അലി എ സ്മോൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടറ്റോസ് ഇൻ. കിഴങ്ങുകൾ എടുക്കാൻ വേണ്ടി അലിക്ക് ഷോപ്പ് കീപ്പറായിട്ടുള്ള അക്ബർ കറുത്ത ബാഗ് മീൻസ് ഒരു കവർ കൊടുക്കുന്നു. അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ് ഹോൾസം പൊട്ടറ്റോസ് ഇൻ എ ബോക്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ്. ഹീപ്പ് പറഞ്ഞാൽ കൂട്ടമായി വെച്ചിരിക്കുക എന്നുള്ളതാണ്. അലി എന്ത് ചെയ്യുന്നുണ്ട്? അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ്, വലിയ, അതുപോലെ തന്നെ ഹോൾസം എന്ന് പറയുക തടിയുള്ള, മുഴുത്ത എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ തന്നെ ഹോൾസം മുഴുത്ത വലിയ പൊട്ടറ്റോസ് കിഴങ്ങുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അലി എടുക്കുന്നു. ഇൻ എ ബോക്സ്, ഒരു ബോക്സിൽ നിന്നും, അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹീപ്പ്, അതായത് അട്ടിയായി അടുക്കി വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ മുകളിലുള്ള ബോക്സിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? അലി വലിയ പൊട്ടറ്റോസുകളാണ്, വലിയ കിഴങ്ങുകളാണ് എടുക്കുന്നത്. അക്ബർ, നോട്ട് ദോസ് കിഡ്. അപ്പോൾ അലിയോട് അക്ബർ പറയുന്നു, അതെടുക്കരുത്, അതെടുക്കണ്ട. പിക്ക് സം ഡൗൺ ദർ, താഴെയുള്ള കുറച്ച് പൊട്ടറ്റോസുകൾ താഴെയുണ്ട്, അതെടുത്തോളൂ എന്ന് പറയാം. അലി മൂവ്സ് ടു ഹിസ് റൈറ്റ്. അലി എന്ത് ചെയ്യുന്നുണ്ട്? വലതുഭാഗത്തേക്ക് അലി നീങ്ങുന്നു. സ്ക്വാട്സ് ഡൗൺ, എന്നിട്ട് അവിടെ ഇരിക്കുന്നു. ആൻഡ് ഫിൽസ് ദ ബാഗ്, എന്നിട്ട് തന്നെ കയ്യിലുള്ള കവർ നിറക്കുന്നു. വിത്ത് സ്മോളർ പൊട്ടറ്റോസ് ഫ്രം എ ബോക്സ് ഓൺ ദ ഫ്ലോർ. താഴെ വെച്ചിട്ടുള്ള ബോക്സിൽ നിന്നും കുറച്ച് ചെറിയ പൊട്ടറ്റോസുകൾ, കിഴങ്ങുകൾ അവൻ എടുത്ത് അവൻ്റെ കവർ നിറക്കുന്നു. ക്ലോസപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടറ്റോസ്, അതായത് കിഴങ്ങ് നിറക്കുന്ന അല്ലെങ്കിൽ കിഴങ്ങുകൾ എടുക്കുന്ന അലിയുടെ ക്ലോസപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പാവ്മെൻറ്റ്. ഇപ്പോൾ ക്യാമറ കട്ട് ചെയ്തു. ഇനിയുള്ള ക്യാമറയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പാവ്മെൻറ്റിൽ നിന്നുള്ള ഷോപ്പിലെ വ്യൂ ആണ് കാണുന്നത്. അതായത് നടപ്പാതയിൽ നിന്നാണ്, ഓപ്പോസിറ്റായിട്ടാണ്, റോഡിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷോപ്പിൻ്റെ മുഴുവൻ വ്യൂ നമുക്ക് കാണാൻ കഴിയും. എ മാൻ പുഷിങ് എ ഹാൻഡ് കാർട്ട്. ഉന്തുവണ്ടി തള്ളി വരുന്ന ഒരു മനുഷ്യൻ. എന്താണ് ഉന്തുവണ്ടിയിലുള്ളത്? ഫിൽഡ് വിത്ത് ജങ്ക്, അതിൽ വേസ്റ്റുകളുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ്സുകളുണ്ട്. എൻഡേഴ്സ് ദ ഫ്രെയിം, അങ്ങനെയുള്ള ഒരു ഉന്തുവണ്ടിക്കാരൻ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നിറച്ചിട്ടുള്ള ഉന്തുവണ്ടിയുമായി തള്ളി വരുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രെയിമിലേക്ക് പ്രവേശിക്കുന്നു. ഫ്രം ദ റൈറ്റ്, വലതുഭാഗത്തു നിന്നാണ് വരുന്നത്. ആൻഡ് സ്റ്റോപ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. എന്നിട്ട് അയാൾ ഉന്തുവണ്ടിയുമായിട്ട് അലിയുടെ അക്ബറിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിലായിട്ട് വണ്ടി നിർത്തുന്നു. ദ ജങ്ക് കളക്ടർ. ജങ്ക് കളക്ടർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ്സുകൾ കളക്ട് ചെയ്യുന്ന ആൾ. ലൗഡ്ലി ടു ദ ഷോപ്പ് കീപ്പർ, ഉച്ചത്തിൽ ഷോപ്പ് കീപ്പറോട് പറയുന്നു, അസ്സലാമു അലൈക്കും വിത്ത് യുവർ പെർമിഷൻ. ദ ജങ്ക് കളക്ടർ പിക്സ് അപ്പ് ദ ബണ്ടിൽ ഓഫ് യൂസ്ഡ് പോളിത്തീൻ ബാഗ്സ് ലേയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ നിയർ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ത്രോസ് ദം ഇൻ ടു ദ കാർട്ട്. അപ്പോൾ അക്ബർ എന്ന് പറയുന്ന ഷോപ്പ് കീപ്പറുടെ പെർമിഷനോടുകൂടി ആ കടയിൽ ഒഴിവാക്കിയിരിക്കുന്ന പോളിത്തീൻ ബാഗ്സ്, പ്ലാസ്റ്റിക് കവറുകളൊക്കെ അദ്ദേഹം കളക്ട് ചെയ്യുകയാണ്. ദ ജങ്ക് കളക്ടർ പിക്സ് അപ്പ്, ജങ്ക് കളക്ടർ എടുക്കുന്നു. ദ ബണ്ടിൽസ്, കെട്ട്, ഓഫ് യൂസ്ഡ് പോളിത്തീൻ ബാഗ്സ്, ഉപയോഗിച്ച് കഴിഞ്ഞ പോളിത്തീൻ ബാഗ്സുകൾ, പ്ലാസ്റ്റിക് കവറുകൾ അദ്ദേഹം എടുക്കുന്നു. ലേയിങ് സ്കാറ്റേർഡ്, അത് ചിതറിക്കിടക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കവറുകളൊക്കെ ചിതറിക്കിടക്കുന്നുണ്ട്. ഓൺ ദ ഫ്ലോർ, നിയർ ദ തറയിലായിട്ട്, നിയർ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്, പച്ചക്കറി പെട്ടികളുടെ അടുത്ത് ചിതറിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകളൊക്കെ അയാൾ പെറുക്കിയെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് ത്രോസ് ദം, എന്നിട്ട് അയാൾ എറിയുന്നു. ഇൻ ടു ദ കാർട്ട്, ഉന്തുവണ്ടിയിലേക്ക് എറിയുന്നു. ഹീ സീസ്, അദ്ദേഹം കാണുന്നു, അലീസ് പാർസൽ ഓഫ് ഷൂസ്. അലി എന്ത് ചെയ്തിട്ടുണ്ട്? കറുത്ത ഒരു കവറിൽ തൻ്റെ സഹോദരിയുടെ റിപ്പയർ ചെയ്തിട്ടുള്ള, തുന്നിയിട്ടുള്ള പച്ചക്കറി പെട്ടികളുടെ ഇടയിൽ വെച്ചിട്ടുണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ജങ്ക് കളക്ടർ കാണുന്നു. ടേക്കിംഗ് ഇറ്റ് ഫോർ ജങ്ക്, അയാൾ വിചാരിച്ചു ഈ അലി വെച്ചിട്ടുള്ള ഈ പ്ലാസ്റ്റിക് കവർ വേസ്റ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അത് ശരിക്കും വേസ്റ്റാണോ? അല്ല, അലിയുടെ ആ ഷൂ ആണ് അല്ലേ, സഹോദരിയുടെ ഷൂ ആണ്. ടേക്കിംഗ് ഇറ്റ് ഫോർ ജങ്ക്, തെറ്റിദ്ധരിച്ചു അയാൾ, അത് വേസ്റ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ട്. ഹീ പിക്സ് ഇറ്റ് അപ്പ്, അതും അയാൾ എടുത്തുകൊണ്ട്. ആൻഡ് പുട്ട്സ് ഇറ്റ് ഇൻ ദ കാർട്ട്, അയാൾ ഉന്തുവണ്ടിയിൽ വെച്ച് അയാൾ പോവുകയാണ്. ദ ജങ്ക് കളക്ടർ ഗുഡ് ബൈ. അപ്പോൾ അക്ബർ ഗുഡ് ബൈ എന്ന് പറയുന്നു. ദ ജങ്ക് കളക്ടർ ലീവ്സ്, അങ്ങനെ ഫ്രെയിമിൽ നിന്നും ജങ്ക് കളക്ടർ പുറത്തേക്ക് പോകുന്നു. കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ വ്യൂ, ക്യാമറയുടെ വ്യൂ എന്ത് ചെയ്യുന്നു? ഷോട്ട് കട്ട് ചെയ്യുന്നു. ഇനി കാണുന്നത് അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം. ക്യാമറയുടെ
ഫ്രെയിമിൻ്റെ ഇടതുഭാഗത്തുള്ള എൻഡിലായിട്ട് അക്ബറിനെ കാണാൻ കഴിയും. കൗണ്ടിങ് മണി, പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന അക്ബറിനെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് ക്യാമറ വീണ്ടും കട്ട് ടു അലിയിലേക്ക് ക്യാമറ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അലിയിലേക്ക് കൊണ്ടുവരുന്നു. ഫില്ലിങ് ഹിസ് ബാഗ് വിത്ത് പൊട്ടറ്റോസ്. അലി എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പൊട്ടറ്റോസ് നിറക്കുന്നു. അലി ഫിനിഷസ് ഫില്ലിങ് ദ ബാഗ്. അലി തൻ്റെ ബാഗ് പൊട്ടറ്റോസ് നിറച്ച് കഴിയുന്നു. ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ടു അക്ബർ ഫോർ വെയിങ്. തൂക്കി നോക്കാൻ വേണ്ടി ഷോപ്പ് കീപ്പറായിട്ടുള്ള അക്ബറിന് നൽകുന്നു. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ്. അക്ബർ തൻ്റെ കയ്യിൽ ആ പൊട്ടറ്റോസിൻ്റെ കവറ് പിടിക്കുന്നു. ടു ഫീൽ ദ വെയിറ്റ് ഒന്ന് എത്രയാണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ഫോർ എ മൊമെൻ്റ്, ഒരു നിമിഷം. എന്ന് പറഞ്ഞാൽ വെയിങ് മെഷീനില്ല, ത്രാസില്ല. ഓക്കെ, കയ്യിലിങ്ങനെ നോക്കി കമ്മട്ടം നോക്കുകയാണ് കേട്ടോ, അത്ര ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഹാൻഡ്സ് ടു ബാക്ക് ടു അലി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ, അതായത് ആ പൊട്ടറ്റോസ് അടങ്ങിയിട്ടുള്ള ആ ബാഗ് എന്ത് ചെയ്യുന്നു, കവർ അലിക്ക് തന്നെ തിരിച്ചു നൽകുന്നു. എന്നിട്ട് അക്ബർ പറയുന്നു 65 ടോമൻസ് എന്നാണ് വായിക്കേണ്ടത്. 65 ടൂമൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ടോമൻസ് എന്ന് നേരത്തെ നമ്മൾ പറയുന്നത് ഇറാനിയൻ ഓൾഡ് കോയിൻസാണ്, ഓൾഡ് കറൻസിയാണ്. ഇറാൻ്റെ ഓൾഡ് കറൻസിയാണ് എന്ത്, ടോമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാനിയൻ റിയാലാണ് കേട്ടോ. ഇറാനിയൻ റിയാലാണ് ഇപ്പോൾ ഉള്ള പ്രസൻറ്റിലുള്ള കറൻസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 65. അപ്പോൾ കിഴങ്ങിന് എത്രയായി എന്ന് പറഞ്ഞാൽ കയ്യിലിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇതിന് എത്രയായി, 65 ടോമൻസ് ആയി എന്ന് പറഞ്ഞു. അലി പറഞ്ഞു മൈ മോം സെഡ് ഇറ്റ് പുട്ട് ഇറ്റ് ഓൺ അവർ ടാബ് എന്ന് പറഞ്ഞാൽ പറ്റുപുസ്തകം എന്ന് പറയില്ല, നമ്മൾ കൊളോക്കിയൽ ഭാഷയിൽ പച്ച മലയാളത്തിൽ പറയുന്നത് പറ്റുപുസ്തകം അല്ലേ. കടയിലൊക്കെ പല ആളുകൾക്ക് ഉണ്ടാവും, ക്യാഷ് പിന്നെ കൊടുക്കുന്ന എഴുതി വെക്കുന്ന പുസ്തകം ഉണ്ടല്ലോ അത്. അപ്പോൾ ടാബിൽ അല്ലാതെ ആ നമ്മളെ മൊബൈൽ അങ്ങനെയുള്ള ഡിവൈസ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അലി പറഞ്ഞു എൻ്റെ മദർ പറഞ്ഞിട്ടുണ്ട് കണക്ക് എന്ത് ചെയ്യുക, പറ്റുപുസ്തകത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു ടെൽ ഹർ യുവർ മദർ, നിൻ്റെ അമ്മയോട് ചെന്ന് പറയണം അക്കൗണ്ട് ഹാസ് റീച്ച് ദിസ് ലിമിറ്റ്. ഈ പറ്റുപുസ്തകത്തിലുള്ള അക്കൗണ്ട് കണക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പരിധി വിട്ടിട്ടുണ്ട് എന്ന് പറയണം. എന്നാൽ ഒരുപാടായിട്ടുണ്ട്. ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഇതിനെ കുറച്ചെങ്കിലും എന്ത് ചെയ്യണം, അമ്മയോട് ഈ കടമൊന്ന് വീട്ടാൻ പറയണമെന്ന് അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, അലിയോട് പറയുന്നു. അലി പറഞ്ഞു ഓൾ റൈറ്റ്, ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അലി ടേൺസ് ടു ഗോ. അലി പോകാൻ വേണ്ടി തിരിയുന്നു. കട്ട് ടു വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദ ഷോപ്പ്. ഇനി ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്, ഷോപ്പിൻ്റെ പുറത്തു നിന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഉള്ളിൽ നിന്നുള്ള ക്യാമറ വ്യൂ കട്ട് ചെയ്യാണ്. പുറത്തേക്ക് വരികയാണ് ക്യാമറ. ഹീ ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. ഹീ എന്ന് പറഞ്ഞാൽ അലിയാണ്. ഹീ ഗോസ് ടു ദ പൈൽ ഓഫ് ബോക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. ഷോപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള പൈൽ ഓഫ് ബോക്സസ് നിങ്ങളോട് പറഞ്ഞു, ഗ്രൂപ്പ് ഓഫ് ബോക്സുകളുടെ കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ആര് പോകുന്നു, അലി പോകുന്നു. അലി എന്ത് ചെയ്തിട്ടുണ്ട്, പച്ചക്കറി വാങ്ങി, അതായത് പൊട്ടറ്റോസ് വാങ്ങി പുറത്തേക്ക് പോവുകയാണ്. 2 കാര്യങ്ങളാണ് പുറത്ത് വെച്ചിട്ടുള്ളത് അലി. ഒന്ന് തൻ്റെ സിസ്റ്ററുടെ തുന്നിയിട്ടുള്ള റിപ്പയർ ചെയ്തിട്ടുള്ള ഷൂ, മറ്റൊന്ന് പാക്കാക്കി വാങ്ങിയിട്ടുള്ള ചപ്പാത്തി അല്ലേ. ആൻഡ് പിക്സ് ദ ബണ്ടിൽ ഓഫ് നാൻ. ചപ്പാത്തിയുടെ കെട്ട് അവൻ എടുക്കുന്നു. ആൻഡ് ദെൻ ലുക്സ് ഫോർ ദ ബാഗ് ഓഫ് ഷൂസ്. പിന്നെ അവൻ നോക്കുന്നത് ഷൂസിൻ്റെ ബാഗാണ്, കവറാണ്. അതില്ല, അത് ജങ്ക് കളക്ടർ തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉന്തുവണ്ടിയിലിട്ട് കൊണ്ടുപോയില്ലേ. ഓക്കെ, അത് അലി തിരഞ്ഞു നോക്കുകയാണ്. അണേബിൾ ടു ഫൈൻഡ് ഇറ്റ്. അവിടെ നോക്കിയിട്ടും കണ്ടെത്താൻ കഴിയാത്ത അലി ഹീ പ്ലേസസ് ദ ബാഗ് ഓഫ് നാൻ. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ചപ്പാത്തിയുടെ ശരിക്കും തിരയാൻ വേണ്ടി ചപ്പാത്തിയുടെ ബാഗ് കവർ അവൻ വെക്കുന്നു. എ ടോപ്പ് ദ വെജിറ്റബിൾ ബോക്സസ്. പച്ചക്കറി പെട്ടികളുടെ മുകളിൽ വെക്കുന്നു. എന്നിട്ട് ബിഗിൻസ് ടു സെർച്ച്. അവൻ തിരയാൻ തുടങ്ങുന്നു. അണ്ടർ നീത്ത്. ആ പച്ചക്കറി പെട്ടികളുടെ അടിയിൽ താഴെ അവൻ തിരയാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യുന്നു, ഹീ പുട്ട്സ് ഹിസ് ഹാൻഡ്. ആദ്യം അവൻ്റെ പച്ചക്കറിയുടെ പെട്ടിക്ക് ഇടയിലൂടെ അവൻ്റെ കൈ അവൻ വെച്ചു, അല്ലെങ്കിൽ കൈ അവൻ ഇട്ടു. ആൻഡ് ദെൻ ഹിസ് ഹെഡ്. എന്നിട്ട് എന്ത് ചെയ്തു, കൈ ഇട്ടതിന് ശേഷം അവൻ്റെ തലയും അവൻ ആ പച്ചക്കറി പെട്ടികൾക്കിടയിലൂടെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ തലയും പ്രവേശിപ്പിച്ചു. ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ്. പച്ചക്കറി പെട്ടികൾക്കിടയിലൂടെ അവൻ്റെ കൈയും തലയും അവൻ ഇട്ടു നോക്കി, അത് തിരയാൻ വേണ്ടിയിട്ട്. വിച്ച് അപ്സെറ്റ് ദം ഓൾ. എങ്ങനെ ഉണ്ടാവും, അതായത് മുകളിൽ വെച്ചിട്ടുള്ള ആ പെട്ടി എന്ത് ചെയ്തു, മുഴുവനും ആകെ ഡിസോർഡറായി. വിച്ച് അപ്സെറ്റ് ദം ഓൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യും തലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ പ്രവേശിച്ചപ്പോൾ അതൊക്കെ ആകെ അപ്സെറ്റായി, ഡിസ്റ്റർബ്ഡായി. ദ വെജിറ്റബിൾ ബോക്സസ് ടെമ്പിൾ. വെജിറ്റബിൾ ബോക്സസ് ഉരുണ്ട് വീഴുന്നു. ആൻഡ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ സ്കാറ്റർ, ചിന്നിച്ചിതറുന്നു.
ഓൺ ദ ഗ്രൗണ്ടിലാകെ, അതായത് നിലത്താകെ ചിതറി വീണു. പച്ചക്കറിപ്പെട്ടികൾ അവൻ്റെ കയ്യും തലയും തട്ടിയിട്ട് പച്ചക്കറിപ്പെട്ടികൾ താഴെ ഉരുണ്ട് താഴേക്ക് വീണു. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികൾ സ്കാറ്റർ, ചിതറി വീണു ഓൺ ദ ഗ്രൗണ്ട്, നിലത്തേക്ക്. ഓൺ ഹിയറിംഗ് ദ സൗണ്ട്, ഈ പെട്ടി വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ട് അക്ബർ ഓടി വരുന്നു. അക്ബർ കംസ് റണ്ണിങ് ഫ്രം ഇൻസൈഡ് ദ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നും അക്ബർ പുറത്തേക്ക് ഓടി വരുന്നു. ആൻഡ് സീസ്, അക്ബർ കാണുന്നു വെജിറ്റബിൾസ്, തൻ്റെ പച്ചക്കറികളൊക്കെ സ്ട്രീൺ ഓൺ ദ ഗ്രൗണ്ട്, നിലത്ത് ചിതറിക്കിടക്കുന്ന, സ്കാറ്റേഡ് എന്നുള്ള വാക്കാണ് സ്ട്രീൺ, നിലത്ത് ചിതറിക്കിടക്കുന്ന പച്ചക്കറികളാണ് ആര് കാണുന്നത്? ഷോപ്പ് കീപ്പറായിട്ടുള്ള അക്ബർ കാണുന്നത്. അക്ബർ അനോയ്ഡ്, ദേഷ്യപ്പെട്ടുകൊണ്ട് അക്ബർ പറയുന്നു, വാട്ട് ദ ഹെൽ ആർ ഡൂയിങ്, എന്ത് തെമ്മാടിത്തരമാണ് ഇവിടെ ചെയ്യുന്നത്? വൈ ഡിഡ് യു സ്പിൽ ദിസ്, എന്തിനാണ് ഇതൊക്കെ തട്ടിമറിച്ചത്? ആർ യു ക്രേസി, നീ ഭ്രാന്തനാണോ, പൊട്ടനാണോ എന്നൊക്കെയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഷോപ്പ് കീപ്പറായ അക്ബർ ചോദിക്കുന്നത്. അലി ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽറ്റ്, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അക്ബറിനെ കുറ്റബോധത്തോടുകൂടി അലി നോക്കുന്നു. ഗിൽറ്റ് എന്ന കുറ്റബോധം. എന്നിട്ട് അക്ബറിനോട് പറയുന്നു, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് ഡിസപ്പിയർഡ്, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ആർ മിസ്സിങ്, എൻ്റെ സഹോദരി ഷൂ കാണാനില്ല. അക്ബർ ദേഷ്യപ്പെട്ടുകൊണ്ട് അക്ബർ പറയുന്നു, ഗെറ്റ് ലോസ്റ്റ്, ഗോ എവേ, ബീറ്റ് ഇറ്റ് എന്ന് പറയുന്നൊരു ഫ്രേസാണ്. ലീവ് എന്നർത്ഥം, ഇവിടുന്ന് പോ എന്നർത്ഥത്തിലാണ് ബീറ്റ് ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോ എവേ, ബീറ്റ് ഇറ്റ് എന്നാലും ലീവ്, വിട്ടുപോ, സ്ഥലം കാലിയാക്കുന്ന അർത്ഥത്തിലാണ്. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റർ ഷൂസ് ഹിയർ, എൻ്റെ സഹോദരിയുടെ ഷൂ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അക്ബർ പറയുന്നു, ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്, ദേഷ്യപ്പെട്ട് വീണ്ടും പറയാണ് അക്ബർ. ബാങ്ക്സ് ഹിസ് ഫിസ്റ്റ് ഓൺ ദ പൈൽ ഓഫ് ബോക്സസ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്? അക്ബർ തൻ്റെ ബോക്സിൻ്റെ മുകളിൽ, പച്ചക്കറിയുടെ ബോക്സിൻ്റെ മുകളിൽ കൈ കൊണ്ട് അടിക്കാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് പച്ചക്കറി പെട്ടിയുടെ മുകളിൽ അടിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ബാങ്ക്സ് ആണ് അടിക്കുക, ഹിസ് ഫിസ്റ്റ് പറഞ്ഞാൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയാണ്. അലി റൺസ് അവേ സ്കെയർഡ്, ഫ്രൈറ്റൻഡ്, പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അലി അവിടുന്ന് ഓടിപ്പോകുന്നു. സീൻ 4, അലീസ് ഹൗസ്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് അലി ആൻഡ് ഹിസ് സിസ്റ്റർ സഹറ റീഡിംഗ് ദെയർ ടെക്സ്റ്റ് ബുക്സ് നീലിംഗ് ഓൺ ദ മാട്രസസ്. വിരിയിൽ ഇരുന്നു കൊണ്ട് ടെക്സ്റ്റ് പുസ്തകങ്ങൾ വായിക്കുന്ന അലിയുടെയും അവൻ്റെ സഹോദരിയായ സഹറയുടെയും മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടാണ് നമുക്ക് സീൻ 4-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എ ബേബീസ് ക്രൈ ഈസ് ഹേർഡ് ഫെയിൻറ്റ്ലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. ഓഡിയോ ട്രാക്കിലായിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ ഫെയിൻറ്റ്ലി എന്ന് പറഞ്ഞാൽ സ്മോൾ, ചെറുതായിട്ട്, ചെറിയ ശബ്ദമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ ദ സഹറ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട് ബുക്ക്. ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്? സഹറയിലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്, അടുത്തേക്ക് വരുന്നുണ്ട്. ഹു ഈസ് റൈറ്റിംഗ്, സഹറ എഴുതുന്നുണ്ട്. ഇൻ എ നോട്ട് ബുക്ക്, ഒരു നോട്ട് പുസ്തകത്തിൽ എന്താണ് എഴുതുന്നത്? മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്. കുട്ടികൾ അങ്ങനെയാണല്ലോ, എഴുതുമ്പോൾ അത് വായിച്ചുകൊണ്ടാണല്ലോ എഴുതുക. മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്, അവൾ എഴുതുമ്പോൾ പിറുപിറുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വാക്കുകൾ എഴുതുന്നത്. എന്താണ് എഴുതുന്നത്? അലി ഹൗ ഐ ആം ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്. ഷൂസ് ഇല്ലാതെ അലി എനിക്കെങ്ങനെ സ്കൂളിൽ പോകാൻ കഴിയുമെന്ന് ഒരു നോട്ട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഷൂ എന്ത് ചെയ്തിട്ടുണ്ട്? അലി മിസ്സാക്കിയിട്ടുണ്ട്. ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു മിഡിൽ ഡിസ്റ്റൻസ്. വീണ്ടും ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്? മിഡിൽ ഡിസ്റ്റൻസിലേക്ക് തിരിച്ചു പോകുന്നു. നൗ ബോത്ത് സഹ്റ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. ഇപ്പോൾ സഹ്റയെയും അലിയെയും ഫ്രെയിമിൽ കാണാൻ കഴിയുന്നുണ്ട്. ദെയർ പാരൻസ് കോൺവെർസേഷൻ ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം. മറ്റൊരു റൂമിൽ നിന്ന് അവരുടെ മാതാപിതാക്കളുടെ സംഭാഷണം ഈസ് ഹേർഡ്, കേൾക്കാൻ കഴിയുന്നുണ്ട്. ഓൺ ദ സൗണ്ട് ട്രാക്ക്, ഓഡിയോയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ സൗണ്ട്, അവരുടെ മാതാപിതാക്കളുടെ ശബ്ദം ഇൻറ്റേഴ്സ്പേഴ്സ്ഡ്, മിക്സ്ഡ്, ആ ശബ്ദം കൂടിക്കലരുന്നുണ്ട്. വിത്ത് ദ സൗണ്ട് ഓഫ് എ ഹാമർ, ഒരു ചുറ്റികയുടെ ശബ്ദം കൊണ്ട്, ബാങ്ങിങ്, ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്ന ഒരു ശബ്ദം കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ ശബ്ദം കൂടിക്കലരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സംഭാഷണം, മാതാപിതാക്കളുടെ സംഭാഷണം ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ആ സംഭാഷണവുമായിട്ട് മറ്റൊരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അതെന്താണ്? ഒരു ചുറ്റിക കൊണ്ട് എന്തിലോ അടിക്കുന്ന ശബ്ദവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. മദർ പറയുന്നു, ഓഫ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മദറിനെ കാണുന്നില്ല, ശബ്ദം മാത്രമാണ് കേൾക്കുന്നത് കേട്ടോ. ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമോറോ, നാളെ കടയിലേക്ക് പോകണം. അച്ഛനോട് അമ്മ പറയുന്ന ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്.
വി ഡോണ്ട് ഹാവ് എനി ഫോർമുല ലെഫ്റ്റ്. ഇവിടെ നമുക്ക് ഫോർമുല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, ലിക്വിഡ് ടൈപ്പ് ഓഫ് ഫുഡ് ഫോർ ബേബീസ് എന്നാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് നാളെ കടയിലേക്ക് പോയിട്ട് അത് വാങ്ങണമെന്ന് മദർ ഫാദറിനോട് പറയാണ്. ഓക്കെ, സഹറ പാസസ് ഹെർ നോട്ട് ബുക്ക്. ഇപ്പോൾ അമ്മ പറയുന്ന ഈ ഒരു സംസാരം സ്ക്രീനിൽ അമ്മയെ കാണുന്നില്ല, സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ എന്ത്, സഹറ ഒരു നോട്ട് പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് അലി, എനിക്ക് എങ്ങനെയാണ് ഷൂ ഇല്ലാതെ സ്കൂളിൽ പോകാൻ കഴിയുക എന്നുള്ളത് എഴുതി. ആ നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹറ പാസസ് ഹെർ നോട്ട് ബുക്ക് ടു അലി. അലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ നോട്ട് പുസ്തകം കൈമാറുന്നു. അപ്പോൾ വീണ്ടും ഫാദറിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് അമ്മ ചോദിച്ചല്ലോ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞ ആ ഒരു സംസാരത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. ഓഫ് സ്ക്രീനിൽ വീണ്ടും അച്ഛൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഡോൺ വറി, വിഷമിക്കണ്ട. ഫാദർ വീണ്ടും പറയുന്നു, റഹീംസ് അക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക്, സർജറി മേഡ് ഇറ്റ് വേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും സംഭാഷണം മാത്രമാണ് കേൾക്കുന്നത്, അവർ സ്ക്രീനിൽ കാണുന്നില്ല. ശ്രദ്ധ, അതുകൊണ്ട് ഓഫ് സ്ക്രീൻ എന്ന് പറയുന്നത് കേട്ടോ. ഫാദർ പറയുന്നുണ്ട്, റഹീം അക്കാസ് വൈഫ്, അക്ക എന്നുള്ള ഇത് പറഞ്ഞല്ലോ, സർ അല്ലെങ്കിൽ മിസ്റ്റർ എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. റഹീം അക്കയുടെ ഭാര്യയ്ക്ക് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്കിന് പ്രശ്നമുണ്ടായിരുന്നു. ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആ ഡിസ്ക്കാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഡിസ്കിന് കംപ്ലയിൻറ്റ് ഉണ്ടാവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഡിസ്ക് സ്ഥാനം തെറ്റുക, ഈ വീണ് കഴിഞ്ഞാലും അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാലുള്ള സംഗതിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം റഹീം അക്കയുടെ ഭാര്യയ്ക്ക് ഒരു ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, സർജറി മേഡ് ഇറ്റ് വേഴ്സ്. അപ്പോൾ ആ ഡിസ്കിന് പ്രശ്നമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അത് സർജറി ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ ഓപ്പറേഷൻ ചെയ്തതോടുകൂടി എന്തായി, ആ പ്രശ്നം അത് വഷളായി, അത് കൂടുതൽ പ്രശ്നത്തിലേക്കായി എത്തിയത് എന്നാണ് ആര് പറഞ്ഞത്, ഫാദർ മദറിനോട് പറയുന്നതായിട്ടാണ് കേൾക്കുന്നത്. Alternate close-ups of Ali and Zahra listening to their parents' conversation and looking at each other. അലിയും സഹറയും അവരുടെ മാതാപിതാക്കളുടെ സംഭാഷണം കേൾക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചെയ്യുന്നതിൻ്റെ ക്ലോസപ്പുകളാണ്, മാറിയുള്ള ക്ലോസപ്പുകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു റൂമിൽ അലിയും സഹറയും നോട്ട് പുസ്തകത്തിൽ എഴുതുകയാണ്. മറ്റൊരു റൂമിൽ നിന്ന് അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സംഭാഷണം കേൾക്കുകയും ഓഫ് സ്ക്രീനിൽ കേൾക്കുകയും ചെയ്യുന്നു. ക്യാമറ അവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു റൂമിലേക്കാണ് ക്യാമറ കൊണ്ടുപോകുന്നത്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലേയിങ് ഓൺ എ ബെഡ്. ഒരു ബെഡിൽ കിടക്കുന്ന അമ്മയുടെ മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് നമുക്ക് കാണാൻ കഴിയും. ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിമിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് അമ്മയെ കാണുന്നത്. ലീനിങ് ബാക്ക് അഗെയിൻസ്റ്റ് 2 പ്രോപ്ഡ് അപ്പ് പില്ലോസ്. 2 ചാരി നിർത്തിയ തലയിണയിലായിട്ടാണ്, ചാരിക്കിടക്കുന്ന അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ. ചുമരിന് അടുത്തായിട്ട് ബെഡിൻ്റെ അപ്പുറത്ത് ഒരു കസേരയിൽ ഫാദർ ഇരിക്കുന്നുണ്ട്. ചോപ്പിംഗ് വുഡൻ ഫ്ലിൻസ്. മരത്തിൻ്റെ എന്തോ കഷ്ണങ്ങൾ അദ്ദേഹം വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോപ്പ് പറഞ്ഞാൽ കട്ട് ചെയ്യുക. വുഡൻ ഫ്ലിൻസ്, മരക്കഷ്ണങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിത്ത് എ ഹാമർ, ഒരു ചുറ്റിക, ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ഓൺ എ ബ്ലോക്ക്, ഒരു കഷ്ണത്തിൽ വെച്ചുകൊണ്ട്, ഒരു ഇരുമ്പ് കഷ്ണത്തിൽ വെച്ചുകൊണ്ട്, ഒരു ചുറ്റിക വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വുഡൻ ഫ്ലിൻസ്, മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മുറിക്കുക അല്ലെങ്കിൽ അടിക്കുന്നുണ്ട്. ബിഹൈൻഡ് ഹിം, അദ്ദേഹത്തിൻ്റെ പിന്നിലായിട്ട് ആർ 2 ലെഡ്ജസ് ഓൺ വിച്ച് ആർ സീൻ സം വെസൽസ് ആൻഡ് ക്ലോത്ത്സ്. 2 ഷെൽഫുകൾ കാണാൻ കഴിയുന്നുണ്ട്. ലെഡ്ജസ് എന്ന് പറഞ്ഞാൽ 2 ഷെൽഫുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഓൺ വിച്ച്, ആ ഷെൽഫുകളിലായിട്ട് സം വെസൽസ് ആൻഡ് ക്ലോത്ത്സ്, കുറച്ച് പാത്രങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഫാദർ പറയുന്നു, യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. ഇതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്ന് ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, മദറിനെ വോൺ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, കട്ട് ടു എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ റൂമിലാണ്, പാരൻസിനെയാണ് ഇപ്പോൾ, ഫാദറിനെയും മദറിനെയാണ് ഇപ്പോൾ ക്യാമറയിൽ കാണിച്ചിരുന്നത്. അവിടുന്ന് വീണ്ടും ക്യാമറ കട്ട് ചെയ്തുകൊണ്ട് അലിയുടെയും സെഹ്റയുടെയും അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ക്ലോസപ്പ് ഓഫ് അലിയുടെ ക്ലോസപ്പ് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അലി ചെയ്യുന്നത്, റീഡിങ് ഫ്രം ദ ബുക്ക്. ആ നോട്ട് പുസ്തകം അവൻ വായിക്കുകയാണ്. സെഹ്റ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. സെഹ്റ തൻ്റെ സഹോദരി അവന് കൈമാറിയ പുസ്തകം അവൻ വായിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മദർ ഓഫ് സ്ക്രീൻ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മദർ ചോദിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. മദറിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. മദർ ചോദിക്കുന്നു, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഡു നത്തിങ് ഓൾ ഡേ.
ഒന്നും ചെയ്യണ്ട, ദിവസം മുഴുവനും ഒന്നും ചെയ്യണ്ടേ? കാരണം മദറിനൊരു പ്രശ്നമുണ്ട്, എന്താണ്, ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ റെസ്റ്റാണ് അമ്മക്കിപ്പോൾ മദറിന് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ മദർ ചെയ്യുന്നത് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്നും വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഫാദറിനോട് ചോദിക്കുകയാണ്, ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടന്നാൽ മതി, ഹോസ്പിറ്റലിൽ പോകണ്ടേ, സർജറി ചെയ്യണ്ടേ, ഓപ്പറേഷൻ ചെയ്താലുള്ളൂ ഇത് സുഖാവുക എന്നാണ് മദറിൻ്റെ ഒപ്പീനിയൻ. പക്ഷെ അതിന് ഫാദറിൻ്റെ മറുപടി എന്താണ്? റഹീം അക്കയുടെ ഭാര്യയ്ക്ക് സർജറി ചെയ്തിട്ട് അത് കൂടുതൽ വഷളാകുകയാണ് ചെയ്തത്, അത് അസുഖം മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം മാറിയില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഫാദറിനുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ചർച്ച നടക്കുന്നത്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. അലി എന്ത് ചെയ്യുന്നുണ്ട്? സെഹ്റ എഴുതിയതിന് മറുപടിയായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതുന്നു. ഇവർ ഈ ഷൂ പോയ കാര്യം ആരറിയാൻ പാടില്ല? പാരൻസ് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവർ ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ഫാദറിൻ്റെ ശബ്ദം വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നു. വെൽ, അതെ, ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. അപ്പം ഞാനൊന്നും ചെയ്യാതെ ദിവസം മുഴുവൻ ഇങ്ങനെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നതിന് അച്ഛൻ്റെ മറുപടിയാണ്, അതെ, ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്, റെസ്റ്റാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് ഭാര്യയോട് അമ്മയോട് പറയാം. അലി റൈറ്റ്സ്, അലി എഴുതുന്നു, എങ്ങനെ എനിക്ക് സ്കൂളിൽ ഷൂ ഇല്ലാതെ എനിക്ക് എങ്ങനെ സ്കൂളിൽ പോകാൻ കഴിയുമെന്ന് സെഹ്റ എഴുതിയ നോട്ട് പുസ്തകമാണ് അലിക്ക് കൈമാറിയത്. അതിന് മറുപടിയായിട്ട് അലി എഴുതുന്നു, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്. ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് സ്കൂളിൽ പോകാൻ കഴിയും. മംബ്ലിങ് ദ വേർഡ്സ് ആസ് ഹി റൈറ്റ്സ്, അവൻ എഴുതുമ്പോൾ അത് പെറുപെറുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് അവൻ എഴുതുന്നത്. ആൻഡ് പാസസ് ദ നോട്ട് ബുക്ക് ടു സെഹ്റ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെഹ്റക്ക് നോട്ട് പുസ്തകം പാസ് ചെയ്യുന്നു. ക്ലോസപ്പ് ഓഫ് ദ നോട്ട് ബുക്ക്, ഫ്രെയിമിൽ നോട്ട് പുസ്തകത്തിൻ്റെ ക്ലോസപ്പ് കാണാൻ കഴിയും. മദറിൻ്റെ ശബ്ദം വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ കഴിയുന്നു. കോക്കബ് ഖാനം സിസ്റ്റർ ഹാഡ് എ സർജറി. കോക്കം ഖാനം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അത് ഫ്രെയിമിൽ കാണുന്നൊന്നുമില്ല, അവരുടെ നെയ്ബർ ആകാം, അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം. കോക്കബ് ഖാനം എന്ന് പറയുന്ന ആളുടെ സഹോദരിക്ക് ഇങ്ങനെയൊരു ഡിസ്കിന് പ്രശ്നമുണ്ടായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷീ ഈസ് ഫൈൻ. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. സർജറി ചെയ്തതോടുകൂടി ഡിസ്കിൻ്റെ പ്രശ്നം മാറിയെന്നാണ്. പക്ഷേ അച്ഛൻ്റെ അഭിപ്രായം എന്താ? അച്ഛന് വേറൊരാൾ, റഹീം അക്കയുടെ ഭാര്യയ്ക്ക് ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു, സർജറി ചെയ്ത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ്, അസുഖം കൂടുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് എതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അമ്മ സംസാരിക്കുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ പറയുന്നു. കോക്കബ് ഖാനംസിൻ്റെ സഹോദരിക്ക് ഇങ്ങനെ സർജറി, ഡിസ്കിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ആ ഓപ്പറേഷനോടുകൂടി ഷീ ഈസ് ഫൈൻ, അവൾക്ക് സുഖമായി എന്ന മദർ പറയാം. കട്ട് ടു ക്ലോസപ്പ് ഓഫ് സെഹ്റ ടേക്കിംഗ് ദ നോട്ട് ബുക്ക് ആൻഡ് റീഡിംഗ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇറ്റ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? സെഹ്റയിൽ നിന്നും ക്ലോസപ്പ് കട്ട് ചെയ്യുന്നു. കട്ട് ടു ക്ലോസപ്പ് ഓഫ് സെഹ്റയിലേക്കാണ് ക്ലോസപ്പ് പോകുന്നത്. ടേക്കിംഗ് ദ നോട്ട് ബുക്ക് അവൾ എടുക്കുന്നു. ആൻഡ് റീഡിംഗ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇറ്റ്. അലി എഴുതിയ കാര്യം ആര് വായിക്കുന്നു? സെഹ്റ വായിക്കുന്നതിൻ്റെ ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും അതിൻ്റെ ഇടയിൽ നിന്ന് ഫാദറിൻ്റെ ഓഫ് സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. നീ സർജറിയെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട, ഓപ്പറേഷനെ കുറിച്ച് നീ ചിന്തിക്കണ്ട. ഓൾട്ടർനേറ്റ് ക്ലോസപ്പ് ഓഫ് സെഹ്റ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. അലിയും സെഹ്റയും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മാറിയുള്ള ക്ലോസപ്പ് കാണാൻ കഴിയും. ഫാദർ വീണ്ടും പറയുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്, ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. നിന്നെ ഒരു മുടന്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്തെങ്കിലും ബാഡായിട്ട് സംഭവിക്കും. ഈ ഒരു ഡിസ്ക് പ്രോബ്ലത്തിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാഡായിട്ട് സംഭവിക്കും, പിന്നെ ഒരിക്കലും എണീക്കാൻ കഴിയില്ല എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടെ ഫാദറിനുള്ളത്. ഓക്കെ, അതുകൊണ്ട് പറയുന്നു ക്രിപ്പിൾഡ് എന്ന് എന്താ പറയുക, മുടന്ത്, അല്ലെങ്കിൽ ഒരിക്കലും എണീക്കാൻ കഴിയാതെ കിടന്നു പോകുന്നൊരവസ്ഥ. അപ്പം അങ്ങനെയൊരു മുടന്തിയാക്കാൻ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് കട്ട് ടു ക്ലോസപ്പ് ഓഫ് സെഹ്റ റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്? സെഹ്റ നോട്ട് പുസ്തകത്തിൽ എഴുതുന്ന ഒരു ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മംബ്ലിങ് ആസ് ഷീ റൈറ്റ്സ്. സെഹ്റ എഴുതുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടാണ് സെഹ്റ എഴുതുന്നത്. അലി, യു ഹാവ് സം നെർവ്. അലി, നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. യു ലോസ് മൈ ഷൂസ്. കാരണം നീ എൻ്റെ ഷൂ നഷ്ടപ്പെടുത്തി. ഐ വിൽ ടെൽ ഡാഡ്. ഞാൻ അച്ഛനോട് പറയും. ക്യുക്ക് ക്ലോസപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സെഹ്റ. അതായത് അലി സെഹ്റയെ നോക്കുന്ന പെട്ടെന്നുള്ളൊരു ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയും. ഷീ പാസസ് ദ നോട്ട് ബുക്ക് ടു അലി. അലിക്ക് നോട്ട് പുസ്തകം കൈമാറുന്നു. ക്ലോസപ്പ് ഓഫ് ദ നോട്ട് ബുക്ക്, ഫ്രെയിമിൽ നോട്ട് പുസ്തകത്തിൻ്റെ ക്ലോസപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ കോൺവെർസേഷൻ ഓഫ് ദ പാരൻസ് കണ്ടിന്യൂസ് ഓൺ ദ സൗണ്ട് ട്രാക്ക്. അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിലായിട്ട്
അവരുടെ മാതാപിതാക്കളുടെ സംഭാഷണം തുടരുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നു. നൗ ലെസ് ഓഡിബിൾ, ഇപ്പോൾ അവർ സംസാരിക്കുന്നത് ഉച്ചത്തിലല്ല, കുറച്ച് ശബ്ദം കുറഞ്ഞിട്ടാണ്. ഇൻ്റർസ്പേഴ്സ്ഡ്, അവരുടെ ശബ്ദവുമായിട്ട് അവരുടെ മാതാപിതാക്കളുടെ സംഭാഷണത്തിൻ്റെ ആ ശബ്ദം കൂടിക്കലരുന്നുണ്ട്. എന്തുകൊണ്ട്? ബൈ ദ ബീറ്റ് ഓഫ് ദ ഹാമർ ഓൺ ദ ബ്ലോക്ക്, ആ ഒരു കഷ്ണത്തിൽ വെച്ച്, ഇരുമ്പ് കട്ടയിൽ വെച്ചുകൊണ്ട് ചുറ്റിക കൊണ്ട് അടിക്കുന്നതിൻ്റെ ശബ്ദവുമായിട്ട് കൂടിക്കലരുന്ന ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ക്ലോസപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്, നോട്ട്ബുക്കിൽ എഴുതുന്ന അലിയുടെ ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയും. ടു close-ups of father working on the other end of the room looking at the camera, interspersed with close-ups of Ali and Zahra and a middle range shot showing them. ഇവിടെ കാണുന്നത് ഒരു റൂമിലിരിക്കുന്ന അലിയുടെയും സെഹ്റയുടെയും ക്ലോസപ്പും മറ്റൊരു റൂമിലിരിക്കുന്ന ഫാദറിൻ്റെയും മദറിൻ്റെയും ക്ലോസപ്പുകളാണ് കാണാൻ കഴിയുന്നത്. നോക്കിക്കോളൂ, 2 close-ups of, 2 ക്ലോസപ്പുകൾ കാണാൻ കഴിയും. ഒന്ന് ഫാദർ വർക്കിംഗ് ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം ലുക്കിംഗ് അറ്റ് ദ ക്യാമറ, ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് മറ്റൊരു റൂമിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ഫാദറിൻ്റെ ക്ലോസപ്പും. ഇൻ്റർസ്പേഴ്സ്ഡ്, ആ ക്ലോസപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അത് മിക്സ് ചെയ്യുന്നു എന്തുമായിട്ട്? വിത്ത് ക്ലോസപ്സ് ഓഫ് അലി ആൻഡ് സെഹ്റ, അലിയുടെയും സെഹ്റയുടെയും ക്ലോസപ്പുമായിട്ട് എ മിഡിൽ റേഞ്ച് ഷോട്ട്, അവരുടെ ഒരു മിഡിൽ റേഞ്ച് ഷോട്ടും കാണുന്നുണ്ട്. ഷോയിങ് ദം, ആരെ കാണിക്കുന്ന? അലിയെയും സെഹ്റയും കാണിക്കുന്ന. അപ്പോൾ ഫാദറിനെയും കാണിക്കുന്നുണ്ട്, മക്കളെയും കാണിക്കുന്നതിൻ്റെ ഷോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Ali writes in the notebook and passes it to Zahra. Zahra reads what Ali has written in the notebook in a whisper. Whisper എന്ന് പറഞ്ഞാൽ in a low voice, കുറഞ്ഞ ശബ്ദത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിറുപിറുത്തുകൊണ്ട് അലി എഴുതിയ കാര്യം ആര് വായിക്കുന്നു? സെഹ്റ വായിക്കുന്നു. അപ്പോൾ അലി ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. സെഹ്റ, ഇഫ് യു ടെൽ ഡാഡ്, നീ അച്ഛനോട് പറയുകയാണെങ്കിൽ, ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് അസ്, അച്ഛൻ നമ്മളെ 2 പേരെയും അടിക്കും, തല്ലും. ബിക്കോസ്, കാരണം ഹി ഡസൻറ്റ് ഹാവ് മണി ടു ബൈ യു എ പെയർ ഓഫ് ഷൂസ്, അച്ഛൻ്റെ അടുത്ത് എന്തില്ല? നിനക്ക് ഷൂ വാങ്ങിത്തരാനുള്ള പണം അച്ഛൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും അടി കിട്ടും. അതുകൊണ്ട് പറയാതിരിക്കുകയാണ് നല്ലത് എന്ന് ആരാണ്? അലി വാൺ ചെയ്യാണ്. സെഹ്റ റൈറ്റ്സ്, ദെൻ സെഹ്റ നോട്ട് പുസ്തകത്തിൽ വീണ്ടും എഴുതി കൊടുക്കുന്നു. ദെൻ വാട്ട് ഷുഡ് ഐ ഡു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇൻ ദ നോട്ട്ബുക്ക്, നോട്ട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു. ദെൻ വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണമെന്ന് എഴുതുന്നു. ആൻഡ് പാസസ് ടു അലി, അത് അലിക്ക് കൈമാറുന്നു. അലി റൈറ്റ്സ്, അലി തിരിച്ചെഴുതുന്നു. യു ക്യാൻ വെയർ മൈ സ്നീക്കേഴ്സ്, നീ എൻ്റെ ചെരുപ്പ് ധരിച്ചോളൂ. ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ബാക്ക്, എന്നിട്ട് അത് എഴുതിയിട്ട് നോട്ട് പുസ്തകം കൈമാറുന്നു. നീ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? യു ക്യാൻ വെയർ മൈ സ്നീക്കേഴ്സ്, നീ എൻ്റെ ചെരുപ്പ് എന്ത് ചെയ്യുക? നിനക്ക് ധരിക്കാം, അതിന് കുഴപ്പമില്ല, ഞാൻ തരാം എന്ന് അലി പറയാണ്. സെഹ്റ റൈറ്റ്സ്, സെഹ്റ എഴുതുന്നു. ഐ വിൽ വെയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ, അതായത് 2 പേർക്കും ഷിഫ്റ്റായിട്ടാണ് സ്കൂളുള്ളത്. ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ സെഹ്റ പറയുന്നു, ഐ വിൽ വെയർ ദം, ഞാൻ നിൻ്റെ ചെരുപ്പുകൾ ധരിക്കും, വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ, നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ നിൻ്റെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകും എന്ന് പറയാണ്. ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് ദ നോട്ട് ബുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത്, നോട്ട് പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത്, ഓൺലി ദ നോട്ട് ബുക്ക് ഇൻ ദ ക്ലോസപ്സ്, അതായത് ഓൺലി ഇൻ ദ നോട്ട് ബുക്ക്, നോട്ട് പുസ്തകം മാത്രമാണ് ക്ലോസപ്പിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് ഹാൻഡ്സ്, കൈകളും നോട്ട് പുസ്തകങ്ങളും മാത്രമാണ് ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്. ആർ വിസിബിൾ ഇൻ ദ ഫ്രെയിം, അതന്നെ ഞാൻ പറഞ്ഞത് തന്നെ. അതായത് നോട്ട് പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സമയത്ത് നോട്ട് പുസ്തകവും ആ കൈകളും മാത്രമാണ് ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്. ക്ലോസപ്പ് ഓഫ് സെഹ്റ റൈറ്റിംഗ്, സെഹ്റ എഴുതുന്നതിൻ്റെ ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയും. ദ സ്റ്റബ് ഓഫ് ഹെർ പെൻസിൽ, പെൻസിലിൻ്റെ അറ്റം, നമ്മൾ മുന എന്നൊക്കെ പറയൂലേ, അതാണ് പെൻസിലിൻ്റെ അറ്റം സ്റ്റബ് ബ്രേക്സ്, അത് പൊട്ടിപ്പോകുന്നു. അലി പുട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട് ബുക്ക് ഫോർ ഹെർ ടു റൈറ്റ്, അപ്പോൾ അലി എന്ത് ചെയ്യുന്നു? അലി തൻ്റെ പെൻസിൽ അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. സെഹ്റ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ, സെഹ്റ പെൻസിൽ എടുക്കുന്നില്ല. ക്ലോസപ്പ് ഓഫ് പെൻസിൽ ഡൈയിങ് ഓൺ ദ നോട്ട് ബുക്ക്, നോട്ട് ബുക്കിൽ കിടക്കുന്ന പെൻസിലിൻ്റെ ക്ലോസപ്പ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.